ഈ സിനിമയിൽ 2-3 ഘടകങ്ങൾ നമുക്ക് പറയാതെ പറ്റില്ല എന്ന് പറയാൻ കാരണം കലൂർ ഡെന്നിസിൻ്റെ മകൻ കലൂർ ഡെന്നിസ് മലയാള സിനിമയിൽ 100-ൽ താഴെ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് തിരക്കഥ എഴുതിയ തിരക്കഥാകൃത്താണെന്ന് ആലോചിക്കണം. ഒരു പാവ മനുഷ്യൻ. അയാൾ സിനിമ കൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുമാത്രമല്ല, കുറേ നല്ല ബന്ധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്, കുറേ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കലൂർ ഡെന്നിസിൻ്റെ മൂത്ത മകൻ ഡിനു ഡെന്നിസ് 20 വർഷം മുമ്പ് 2 മലയാള സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചു. പിന്നെ ആ ചെറുപ്പക്കാരൻ ജോലിക്ക് പോയി എന്നുള്ളതാണ്. ആ 20 വർഷത്തിന് ശേഷം ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു പോലീസ് ഓഫീസർ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഡിനുവിൻ്റെ അനിയൻ ഡിനോ തിരക്കഥ സംഭാഷണം എഴുതി സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ അതൊരു നല്ല നിലവാരം പുലർത്തുന്ന രീതിയിലേക്ക് ഉയർന്നു എന്നുള്ളതാണ്. മലയാള സിനിമയ്ക്ക് ഇതാ പുതിയ ഒരു സംവിധായകൻ എന്ന് ധൈര്യപൂർവ്വം നമുക്ക് ആരുടെ മുന്നിലും പ്രസൻറ്റ് ചെയ്യാവുന്ന തരത്തിലേക്ക് ഡിനു ഡെന്നിസ് വളർന്നു. പിന്നെ നമ്മൾ എടുത്തു പറയുന്നൊരു കാര്യം, അഭിനേതാക്കളെ വിട്ട് മാത്രമല്ല, ഇതിൻ്റെ ക്യാമറമാൻ 2 പേരുണ്ട്. ഒന്ന് നിമിഷ് രവി, മറ്റൊന്ന് റോബിൻ വർഗീസ്. റോബിൻ വർഗീസ് മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുള്ള, മമ്മൂട്ടിയുടെ സിനിമ ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ്. അപ്പോൾ ഈ 2 പേരും ചേർന്ന് ക്യാമറ, അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണത്. ഈ എന്നാൽ നമ്മൾ പറയേണ്ടത് കവിത എഴുതുന്ന ക്യാമറ കൊണ്ട് കവിത എഴുതുക എന്ന് പറയുന്ന പോലെ അത്രയും മനോഹരമായ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീരെ ബോറടിക്കില്ല. നമ്മൾ ഗ്യാരണ്ടി പറയുന്നത് വെച്ചാൽ ഇത് നമ്മൾ മുൻവിധികളില്ലാതെ ഈ സിനിമയെ കാണണം. അങ്ങനെ വരുമ്പോൾ ഈ സിനിമ 100% നിങ്ങൾക്ക് കുടുംബസമേതം അടിവരയിടാൻ കാരണം ഇത് എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയ സിനിമയാണ്. അപ്പോൾ ചോദിച്ചാൽ അടിയില്ലേ ഇടിയില്ലേ, ഇതിലെല്ലാം ഉണ്ട്. നല്ല മനോഹരമായ ആക്ഷൻസാണ്, അതൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് സംതൃപ്തി അടയുമ്പോൾ സിനിമ വിട്ട് ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞത് എന്താ, ഇനി ഞങ്ങൾ വിചാരിച്ച പോലെയല്ല, ഈ സിനിമയ്ക്ക് വിജയിപ്പിക്കാൻ ഈ സിനിമ ഇനിയും കാണണമെന്ന തരത്തിലാണ് പ്രപ്പകൻ തന്നെ പോയിരിക്കുന്നത് ഇവിടെ.